ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സാധിക്കാൻ വേണ്ടിട്ട് പോവാട്ടാ. അതെ ഗൈസ്, നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നേക്കാട്ടാ. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് തുളസിമാല ചാർത്തണം എന്ന്. പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം രണ്ടര കൊല്ലമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാനും അച്ചുക്കുട്ടനും കൂടി തുളസിമാല ചാർത്താൻ വേണ്ടിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വരെ എത്തിയിട്ടും ഞങ്ങളെ കൊണ്ട് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്നാണല്ലോ. ഇത്തവണ ഞങ്ങൾ മാത്രമല്ല, എന്റെ ചേച്ചിയും ചേട്ടനും കൂടി തുളസിമാല ചാർത്തുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യവും ഞങ്ങൾക്ക് തുളസിമാല ചാർത്താൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം തൊട്ട് എനിക്ക് നല്ല ഛർദിയായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാണ്ട് ഞാൻ പോയി ഇരിക്കുന്നതാട്ടായി കാണുന്നത്. പിന്നെ ഗുരുവായൂരപ്പന് ഒത്തിരി ഇഷ്ടമുള്ളവരല്ലേ പരീക്ഷിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാല്ലേ. എന്തോ ഭാഗ്യത്തിന് ഞായറാഴ്ച ആയിട്ടും വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. ഇനി തുളസിമാല ഇടുന്നതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ അവരുടെ ആഗ്രഹത്തിന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയിട്ട് ഇതേപോലെ തുളസിമാല ചാർത്താറുണ്ട്. ഇങ്ങനെ തുളസിമാല ചാർത്തുന്നതിന് യാതൊരു ഫീസോ റെസിപ്റ്റോ ഒന്നും അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കടയിൽ നിന്ന് നമ്മൾ തുളസിഹാരം മാത്രം വാങ്ങിയാൽ മതി. ഇനി മണ്ഡപത്തിൽ കയറിയിട്ടാണ് ഹാരം ഇടാൻ ആഗ്രഹമെങ്കിൽ 750 രൂപയുടെ ഒരു റെസിപ്റ്റ് എടുത്താൽ മണ്ഡപത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇടാട്ടാ. അങ്ങനെ തുളസിമാല ഇട്ടതിന് ശേഷം അവർ ഫോട്ടോസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അനങ്ങാൻ പോലും വയ്യാത്ത കാരണം ഞാൻ സൈഡായിട്ടാ. പിന്നെ ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ വന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസമായിട്ടും എനിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല, വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ. അപ്പം നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പൊക്കെ ഇട്ട് സെറ്റായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.